പെരുന്നാൾ കഴിഞ്ഞാൽ ആകെ ഒരു ദിവസം ഓഫ് ഡേ കിട്ടുള്ളൂ. അന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് പുറത്തേക്ക് പോകുന്നതിന്റെ ദേഷ്യത്തിലാണ് ഉമ്മയാമയും. 3 മണിക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു എന്നും പറഞ്ഞു കുട്ടികളെ പോലെ മിണ്ടാണ്ട് നിൽക്കുന്ന എന്റെ ആമ. എങ്ങനെയല്ലോ സോപ്പൊക്കെ ഇട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഞാൻ പോകുന്നത് കസ്റ്റമർ ഇതിന് മുന്നേ തന്ന ഒരു വർക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു, അത് കൊണ്ടുകൊടുക്കാനായിരുന്നു. ബിന്ദു ചേച്ചി കറക്റ്റ് ലൊക്കേഷൻ അയച്ചതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ചേച്ചിന്റെ അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, നല്ല അമ്മ. ഡ്രസ് കൊടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കോട്ടക്കുന്നിലേക്കുള്ള റോഡൊന്നും കയറി ആ കുന്നും കയറി അവിടെ എത്തിയപ്പോ നമ്മളാരായി? ശശിയായി. തിരിച്ചു പോകുമ്പോഴോ വഴിയും തെറ്റി. എങ്ങനെ തെറ്റാതിരിക്കും, ഞാനല്ലേ വഴികാട്ടി. നല്ല പച്ചക്കുളമുള്ള പഴി, ഒരുമാതിരി കുടുക്ക് പിടിച്ച വഴിയും വിളിക്കാത്ത ഭാഗ്യം. മെയിൻ റോഡ് കണ്ടപ്പോ ശ്വാസം നേരെ വീണു. വിഷമം മാറാൻ വേണ്ടി ചായ കുടിക്കാൻ പട്ടവൻ വയലിലേക്ക് പോയി. കടികളൊക്കെ നല്ല ചൂടോടെ പൊരിച്ച് സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്ന ചേച്ചി. എന്നോടുള്ള ദേഷ്യം കാരണം ദുനിയാവിന്റെ അങ്ങേറ്റത്താണ് കുഞ്ഞുമോൻ വണ്ടി നിർത്തിയത്. ഈ ചായ തുളുമ്പാതെ അവിടെ എത്തിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയൂ. അങ്ങനെ നല്ല ചായയും പഴംപൊരിയെല്ലാം കഴിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ തിരിച്ചു. വരുന്ന വഴിക്ക് കടലാസ്പൂന്റെ വ്യൂ കണ്ടപ്പോ എനിക്കൊരു പൂതി ഫോട്ടോ എടുക്കണം. അങ്ങനെ കുറച്ച് ഫോട്ടോസും എടുത്തു. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോണ്ട് ഉമ്മ പുറത്ത് കാത്തു നിൽക്കുന്നു. പാവം. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചത് രണ്ടാക്കും ഭയങ്കര ഷോക്കായി. രണ്ടിനും എന്നെ നോക്കി ചിരി നിർത്താൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞോണ്ടേ ഇരിക്കുമ്പോണ്ട് പുറത്ത് ഭയങ്കര സൗണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് കുട്ടികളൊക്കെ കൂടി മാങ്ങ പറിക്കും. എന്നെ കണ്ടപ്പോ പിള്ളേര് പറഞ്ഞു ആയിഷുമ്മ മാങ്ങ ഒട്ടിച്ചു തരുമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല മക്കളെ, ഞാൻ അങ്ങ് ഇറങ്ങി. ഇതൊക്കെ ഒരു രസല്ലേ. ആദ്യം വന്നിട്ട് ഉപ്പുമുളക് എടുത്തിട്ട് പോണം കേട്ടാ. വയസ്സ് എത്ര ആയാലും കുട്ടികളെ മറത്താൻ നമ്മളെ സെമിത്താത്ത. നമ്മളെ ചതക്കാൻ പോവുകയാണ് ഗൈസ്. പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടാ എന്താ വിചാരിക്കുക? എന്തൊരു ആത്മാർത്ഥതയുള്ള കുട്ടികള്. ഈ ഒരു ആത്മാർത്ഥത പഠിക്കുന്നതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വേറെ ലെവലായിരിക്കും. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുട്ടികളെക്കാളും ആവേശം മൂപ്പർക്കായിരുന്നു മാങ്ങ തിന്നാൻ വേണ്ടിട്ട്. അങ്ങനെ മാങ്ങയൊക്കെ തീർന്നു ഗൈസ്. അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ.